പ്രധാന കാര്യം എന്തെന്നാൽ മികച്ച വ്യക്തികൾ നമ്മുടെ അടുത്തേക്ക് വരും, അവർ പണം നൽകേണ്ടി വരും. ഇന്ത്യക്കാർക്ക് ഏറെ പ്രതീക്ഷകൾ നൽകിയിരുന്ന H1B വിസയുടെ വില വൻ രീതിയിൽ വർദ്ധിപ്പിച്ചതിനു ശേഷം വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറഞ്ഞ വാക്കുകളാണിത്. എന്താണ് H1B വിസ? നോക്കാം. വിസയുടെ വില വർധനവ് എങ്ങനെയാണ് ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാകുന്നത്? 1990 ജോർജ് H.W. ബുഷിന്റെ കാലത്ത് ആരംഭിച്ച വിസ പദ്ധതിയാണ് H1B വിസ. ശാസ്ത്രജ്ഞർ, സോഫ്റ്റ്വെയർ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ടെക്കികൾ തുടങ്ങിയ തസ്തികകളിൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ പ്രധാനമായും ആശ്രയിക്കുന്നത് H1B വിസയെയാണ്. H1B വിസക്കാരിൽ 2 പേരും കമ്പ്യൂട്ടർ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. പോയ വർഷത്തെ കണക്കുകൾ പ്രകാരം 71% H1B വിസക്കാരും ഇന്ത്യക്കാരാണ്. 11.7% ചൈനക്കാരാണ് H1B വിസക്കാരിൽ അമേരിക്കയിൽ രണ്ടാമത്. ഇത്രയും ഇന്ത്യക്കാരെ പ്രതികൂലമായി വിസ പരിഷ്കരണം ബാധിക്കും. 2000 മുതൽ $5000 വരെ വില ഈടാക്കിയിരുന്ന H1B വിസയ്ക്ക് ഒറ്റയടിക്ക് $1,00,000, ഏകദേശം 80 ലക്ഷം രൂപയാണ് ട്രംപ് ഭരണകൂടം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇടത്തരം ജോലികൾ ചെയ്യുന്നവർ, അധ്യാപകർ എന്നീ തസ്തികകളിൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ ഇത് ഏറെ ബുദ്ധിമുട്ടിലാക്കും. H1B വിസ ഉയർന്ന ശമ്പളം വാങ്ങുന്നവർക്കായി പരിമിതപ്പെടുത്തുന്നതാണ് പുതിയ നിയമം. ഈ മാറ്റം ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾ ഉൾപ്പെടെ നിരവധി തൊഴിലുടമകളെ അവർക്ക് ലഭിക്കാൻ പ്രയാസമുള്ള തസ്തികയിലേക്ക് കഴിവുള്ളവരെ നിയമിക്കുന്നതിൽ നിന്ന് തടയുകയും ഒടുവിൽ അമേരിക്കയുടെ ആഗോള മത്സര ശേഷി തന്നെ കുറയാനും ഇടവരുത്തുന്ന ഒന്നാണ് എന്ന ആശങ്ക അമേരിക്കയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ, ഡെവലപ്പർമാർ തുടങ്ങി ചില പ്രത്യേക ശാസ്ത്ര സാങ്കേതിക മേഖലയിലേക്ക് ചില പ്രത്യേക തൊഴിൽ ചെയ്യുന്നതിനായി അമേരിക്കൻ പൗരരെ കണ്ടെത്തുക പ്രയാസകരമാണ്. വിദേശത്തു നിന്നുള്ള വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ വളരെയധികം ആശ്രയിക്കുന്ന വലിയ കമ്പനികൾക്ക് ട്രംപിന്റെ നീക്കം തിരിച്ചടിയാണ്. പ്രസിഡന്റ് പദവിയിലെ തൻ്റെ ആദ്യ ഊഴത്തിൽ തന്നെ H1B വിസ പരിഷ്കരണ പരിപാടികളുമായി ട്രംപ് മുന്നോട്ട് പോയെങ്കിലും പിന്നീട് വന്ന ജോ ബൈഡൻ പ്രസ്തുത തീരുമാനങ്ങളെ നടപ്പിലാക്കുവാൻ തയ്യാറായിരുന്നില്ല. അമേരിക്കൻ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കാനാണ് പ്രസ്തുത നിയമപരിഷ്കരണം എന്നാണ് അമേരിക്കൻ വാദം. അമേരിക്കയിൽ നിന്നും മഹാനവമി ആഘോഷിക്കാനായി ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ഇന്ത്യക്കാരെ ആശങ്കാകുലരാക്കി ട്രംപിന്റെ പ്രസ്തുത പ്രഖ്യാപനം. വിമാനത്തിൽ നിന്നും തിരിച്ചിറങ്ങാൻ പോലും ഇന്ത്യക്കാർ തയ്യാറായത് വിസ പരിഷ്കരണ നിയമം എത്രമാത്രം ഇന്ത്യയെ ബാധിക്കും എന്നതിൻ്റെ തെളിവാണ്. ട്രംപിന്റെ തീരുവ നയത്തിൽ ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വൻ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കെ പ്രധാനമന്ത്രിയുടെ ഉറ്റ സുഹൃത്തിന്റെ പുതിയ പ്രഖ്യാപനം ഇന്ത്യക്ക് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല. വിസ പരിഷ്കരണ നയത്തെ തുടർന്ന് അമേരിക്കയിൽ നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ടു വരുന്നവർ മോദിയുടെ വികസിത ഭാരതീയ യജ്ഞത്തിന് മുതൽക്കൂട്ടാവും എന്ന ബാലിശമായ മറുപടികളുമായാണ് ഇന്ത്യൻ ഭരണകൂടം പ്രസ്തുത അമേരിക്കൻ നിയമപരിഷ്കാരത്തോട് പ്രതികരിച്ചിട്ടുള്ളത്.